അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് അവലോകനം ചെയ്യുന്നത് 2023 5ാം ക്ലാസ് പൊതുപരീക്ഷയിലെ തജ്വീദുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക്, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഹാ ഉൽ-ലമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം: അന്നമാലഹു അഖ്ലദ മുഖ്ലിസീന ലഹുദ്ദീൻ വലഹുൽ ഹംദ്. ഇതിൽ ഹാ ഉൽ-ലമീറിനെ നീട്ടിയതിനുള്ള ഉദാഹരണം അന്നമാലഹു അഖ്ലദ. 2. ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം: ഇദ്ഹബ് ബി കിതാബി ഫമാ റബിഹത് തിജാറത്തുഹും ഇർകം മഅന. ഇതിലെ ശരിയുത്തരം ഇർകം മഅന. 3. റാഇനെ തർഖീഖ് ചെയ്ത് ഓതിയതിന് ഉദാഹരണം: അൻ അൻദിർ ഖൗമക ഖുർആനൻ അറബിയ്യ വഅർസൽനാ ഇലൈഹിം. ഇതിൽ റാഇനെ തർഖീഖ് ചെയ്ത് ഓതിയത് ഒന്നാമത്തെ ഉദാഹരണം അൻ അൻദിർ ഖൗമക. 4. കുശിതത് എന്നതിലുള്ള ശംസിയായ ഹർഫുകൾ 1, 2, 3. ശരിയുത്തരം 3. കുശിതത് എന്നതിൽ കാഫ് ഒഴികെ ബാക്കി 3 അക്ഷരങ്ങളും ശംസിയായ അക്ഷരങ്ങളാണ്. 5. അലിഫിനെ തഫ്ഖീം ചെയ്തതിന് ഉദാഹരണം: യകാദൂന യുഖാലു യുനാദൗന. ശരിയുത്തരം യുഖാലു. 6. റാഇനെ തർഖീഖ് ചെയ്ത് ഓതണം. ഫത്ഹയുള്ളപ്പോൾ, ലമ്മയുള്ളപ്പോൾ, കസ്റ ഉള്ളപ്പോൾ. റാഇനെ തർഖീഖ് ചെയ്യേണ്ടത് കസ്റയുള്ളപ്പോൾ. ഇനി രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ചേരുംപടി ചേർക്കുക. 1. ഹാ ഉൽ-ലമീറിനെ നീട്ടാതെ ഓതി. ഹാ ഉൽ-ലമീറിനെ നീട്ടാതെ ഓതിയത് ലഹുൽ മുൽക്കു എന്നതിലാണ്. ദാലിനെ ലാഇൽ ഇദ്ഗാം ചെയ്തു. ദാലിനെ ലാഇൽ ഇദ്ഗാം ചെയ്തതിനുള്ള ഉദാഹരണം ഇദ്ലംതു. 3. ഹാ ഉൽ-ലമീറിനെ നീട്ടി ഓതി. നീട്ടി ഓതിയതിനുള്ള ഉദാഹരണം യുഅദ്ദിഹി ഇലൈക യ. 4. റാഇനെ തർഖീഖ് ചെയ്ത് ഓതി. തർഖീഖ് ചെയ്ത് ഓതിയതിനുള്ള ഉദാഹരണം ബി അൽ മസീർ. 5. ഖാഫിനെ കാഫിൽ ഇദ്ഗാം ചെയ്തു. ഡി അലം നഖ്ലുഖ്കും. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. റുഫിഅത്ത് എന്നതിൽ ഡാഷ് എന്നിവ ഖമരിയായ അക്ഷരങ്ങളാണ്. റുഫിഅത്ത് എന്നതിൽ ഫാ, ഐന് എന്നിവ ഖമരിയായ അക്ഷരങ്ങളാണ്. 2. അഖൂഹും എന്നതിലെ വാവിനെ ഡാഷ് ചെയ്ത് ഓതണം. അഖൂഹും എന്നതിലെ വാവിനെ തഫ്ഖീം ചെയ്ത് ഓതണം. 3. ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹാഇനെ ഡാഷ് ഓതണം. ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹാഇനെ നീട്ടി ഓതണം. 4. ഇദ്ഹബ് ബി കിതാബി എന്നതിൽ ഡാഷ്നെ ഇദ്ഗാം ചെയ്യണം. ഇദ്ഹബ് ബി കിതാബി എന്നതിൽ ബാഇനെ ഇദ്ഗാം ചെയ്യണം. 5. യുരീദുല്ലാഹു എന്നതിൽ റാഇനെ ഡാഷ് ചെയ്ത് ഓതണം. യുരീദുല്ലാഹു എന്നതിൽ റാഇനെ തർഖീഖ് ചെയ്ത് ഓതണം. 6. റാഇനെ ഡാഷ് സന്ദർഭങ്ങളിൽ തഫ്ഖീം ചെയ്യണം. അവിടെ റാഇനെ 5 സന്ദർഭങ്ങളിൽ തഫ്ഖീം ചെയ്യണം. നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക.
1. ശംസിയായ ഹർഫുകൾ എത്ര? ഉത്തരം 14. 2. ബാ, താ, സാ. ഇതിൽ ഖമരിയായ അക്ഷരമേത്? ഉത്തരം ബാ. 3. ഹ ഉൽ-ലമീറിനു ശേഷം സുക്കൂനുണ്ടെങ്കിൽ ഹ ഉൽ-ലമീറിനെ എങ്ങനെ ഓതണം? ഉത്തരം നീട്ടാതെ ഓതണം. 4. മുസ്ഹഫിൽ ഹ ഉൽ-ലമീറിനെ നീട്ടാൻ കൊടുക്കുന്ന അൽ-യാ ഉസ്-സഗീറയുടെ രൂപമേത്? ഉത്തരം യാ ഉസ്-സഗീറ. 5. കാഫ്, ലാം, മീം. ഇതിൽ ശംസിയായ അക്ഷരമേത്? ഉത്തരം ലാം. 6. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? ഉത്തരം 4. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 1. ഖൈർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. 2. ഖമരിയായ അക്ഷരങ്ങളിൽ 8 എണ്ണം എഴുതുക. ഉത്തരം ഖമരിയായ 14 അക്ഷരങ്ങളുണ്ട്. 14 അക്ഷരങ്ങളും താഴെ ചേർത്തിരിക്കുന്നു. ചോദ്യം 3. അലിഫിനെയും വാവിനെയും തഫ്ഖീം ചെയ്യണം. എപ്പോൾ? ഉത്തരം തഫ്ഖീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്നാൽ. ചോദ്യം 4. അസ്റാ ബിഅബ്ദിഹി ലൈല എന്നതിലെ ഹ ഉൽ-ലമീറിനെ നീട്ടി ഓതണം. കാരണമെന്ത്? ഉത്തരം മുമ്പും ശേഷവും ഹർക്കത്ത് ആയതിനാൽ. 5. മുതമാസിലാനി അല്ലെങ്കിൽ മുതമാസിലൈനി അക്ഷരങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം മഖ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾ. 6. സിഹർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണമെന്ത്? ഉത്തരം റായിനും മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂനാവുകയും അതിനു മുമ്പ് കസ്ർ വരികയും ചെയ്തതിനാൽ. 7. ശംസിയായ അക്ഷരങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം മുമ്പ് അലിഫ്ലാം വന്നാൽ ഇദ്ഗാം ചെയ്ത് ഓതേണ്ട അക്ഷരങ്ങൾ. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 6. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ഹ ഉൽ-ലമീർ. ഹ ഉൽ-ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹ ഉൽ-ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. ഉദാഹരണം ഇന്നഹു കാന തവ്വാബ, അസ്റാ ബിഅബ്ദിഹി ലൈല. ഹ ഉൽ-ലമീറുകൾക്ക് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ ഇവിടെ അൽ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. ഉദാഹരണം വഅംറുഹു ഇലല്ലാഹ്. ഹ ഉൽ-ലമീറുകൾക്ക് തൊട്ടു മുമ്പോ ശേഷമോ സുക്കൂനുള്ള അക്ഷരമായാൽ അവയെ നീട്ടാതെയാണ് ഓതേണ്ടത്. ഉദാഹരണം ലഹുൽ മുൽക്കു. 2. അൽ ഇദ്ഗാം. സാക്കിനായ അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനെ ഇദ്ഗാം എന്ന് പറയുന്നു. ഇദ്ഗാം 3 വിധമുണ്ട്. മഖ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് മുതമാസിലാനി എന്നും, മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും, മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്തതിനെ മുതഖാരിബാനി എന്നും പറയുന്നു.